കർണാടകത്തിലെ വനിതകൾക്ക് പിന്നാലെ സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും സൗജന്യ ബസ് യാത്ര ഒരുക്കി സംസ്ഥാന സർക്കാർ ശ്രദ്ധേയമായ ഒരു സാമൂഹിക പരിഷ്കരണത്തിനൊരുങ്ങുകയാണ്. ഇത് പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും കൂടുതൽ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഒരു നിർണായക ചുവടുവയ്പ്പാണ്. ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന് ഈ സുപ്രധാന തീരുമാനം സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പങ്കുവച്ചത്. സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്ര എന്ന ശക്തി പദ്ധതി 500 കോടി ടിക്കറ്റുകൾ വിതരണം ചെയ്ത് വൻ വിജയകരമായതിന് പിന്നാലെയാണ് ഈ പുതിയ പ്രഖ്യാപനം എന്നത് ഈ പദ്ധതിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. കർണാടക പബ്ലിക് സ്കൂളിലെ LKG മുതൽ പ്രീ യൂണിവേഴ്സിറ്റി വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കാണ് സൗജന്യ ബസ് യാത്രാ സൗകര്യം ലഭ്യമാക്കുക. നിലവിൽ കന്നഡയിലും ഇംഗ്ലീഷ് മീഡിയത്തിലുമായി 308 KPS സ്കൂളുകളാണ് സംസ്ഥാനത്തിലുള്ളത്. ഓരോ KPS സ്കൂളിലും ഏകദേശം 2000-ൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഇതിൽ പകുതിയോളം ആൺകുട്ടികളാണെന്നത് കണക്കാക്കിയാൽ 3 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് പുതിയ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന ശക്തി പദ്ധതി നിലവിലുള്ളതിനാൽ KPS സ്കൂളുകളിലെ വിദ്യാർത്ഥിനികളെ ഈ പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. ഇത് ആൺകുട്ടികൾക്ക് മാത്രമായി പദ്ധതിയുടെ പ്രയോജനം പരിമിതപ്പെടുത്താൻ സർക്കാരിനെ സഹായിക്കും. ഗതാഗത മന്ത്രി രാമലിംഗ റെഡ്ഡി ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഉപമുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഈ പദ്ധതി യാഥാർത്ഥ്യമാവുമെന്നുള്ള വ്യക്തമായ സൂചന നൽകുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യം സൗജന്യമാക്കുന്നത് വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് പോലും കൂടുതൽ വിദ്യാർത്ഥികളെ KPS സ്കൂളുകളിലേക്ക് ആകർഷിക്കാൻ സഹായിക്കും. ഇത് പൊതുവിദ്യാഭ്യാസത്തിലെ നിലവാരം ഉയർത്തുന്നതിനും സർക്കാരിന്റെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും നിർണായകമാണ്. വിദ്യാർത്ഥികളുടെ പഠനഭാരം കുറയ്ക്കുക, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുക, പൊതുഗതാഗത സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നിവയും ഈ പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. നിലവിൽ പല വിദ്യാർത്ഥികളും സ്കൂളുകളിലേക്ക് എത്താൻ സ്വകാര്യ വാഹനങ്ങളെയോ വലിയ തുക മുടക്കി ബസ്സുകളെയാണ് ആശ്രയിക്കുന്നത്. ഈ പുതിയ പദ്ധതി നടപ്പിലാക്കുന്നതോടെ ഈ സാമ്പത്തിക ബാധ്യത ഒഴിവാകും. കൂടാതെ കൂടുതൽ വിദ്യാർത്ഥികൾ പൊതുഗതാഗതം ഉപയോഗിക്കുന്നത് ഗതാഗത കുരുക്കും മലിനീകരണവും കുറയ്ക്കുന്നതിനും സഹായിക്കും. കർണാടക സർക്കാരിന്റെ ശക്തി പദ്ധതി സൗജന്യ ബസ് യാത്ര എന്ന നിലയിൽ സംസ്ഥാനത്ത് വലിയ സാമൂഹിക മാറ്റങ്ങൾക്കാണ് തുടക്കമിട്ടത്. 2023 ജൂണിൽ ആരംഭിച്ച ഈ പദ്ധതി പ്രകാരം പ്രീമിയം ബസ്സുകൾ ഒഴികെയുള്ള എല്ലാ സർക്കാർ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചു. കേവലം ഒരു വർഷത്തിനുള്ളിൽ 500 കോടി ടിക്കറ്റുകളാണ് വിവിധ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ ഈ പദ്ധതിയിലൂടെ വിതരണം ചെയ്തത്. കോൺഗ്രസിന്റെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്ന ഈ പദ്ധതി സംസ്ഥാനത്തെ സ്ത്രീകളുടെ ജീവിതത്തിൽ കാര്യമായ സ്വാധീനമാണ് ചെലുത്തിയത്. സ്ത്രീകൾക്ക് കൂടുതലും സ്വതന്ത്രവും സാമ്പത്തിക ഭദ്രതയും നൽകാൻ ഈ പദ്ധതിക്ക് കഴിഞ്ഞു. ജോലിക്ക് പോകുന്ന സ്ത്രീകൾ, വിദ്യാർത്ഥിനികൾ, ദൈനംദിന ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവർ എന്നിവർക്കെല്ലാം ഈ പദ്ധതി വലിയ ആശ്വാസമായി. യാത്രാ ചെലവ് ലാഭിക്കുന്നതിനാൽ പല കുടുംബങ്ങൾക്കും ഇത് അധിക വരുമാനമായി മാറി. ഇത് സ്ത്രീകളുടെ സാമൂഹിക പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകളെ നഗരങ്ങളിലെ തൊഴിൽ സാധ്യതയിലേക്ക് അടുപ്പിക്കുന്നതിനും സഹായിച്ചു. ചെറുകിട കർഷകർക്കും ദിവസ വേതനക്കാർക്കും ഇത് വലിയൊരു പ്രോത്സാഹനമായി മാറി. സ്ത്രീകൾക്ക് വിവിധ സ്ഥലങ്ങളിലേക്ക് കൂടുതൽ എളുപ്പത്തിലെത്താൻ കഴിഞ്ഞത് അവരുടെ കച്ചവടങ്ങൾ മെച്ചപ്പെടുത്താനും കൂടുതൽ തൊഴിലവസരങ്ങൾ കണ്ടെത്താനും സഹായകമായി. ഈ പദ്ധതിയുടെ വിജയം ആഘോഷിക്കുന്നതിനായി സംസ്ഥാനത്തുടനീളം വലിയ ആഘോഷങ്ങളാണ് സംഘടിപ്പിച്ചത്. പലയിടങ്ങളിലും യാത്രക്കാർക്ക് മധുരം നൽകിയും ബസ് അലങ്കരിച്ചും ജനങ്ങൾ ഈ നേട്ടം പങ്കുവച്ചു. ശക്തി പദ്ധതിയുടെ വിജയകരമായ നടത്തിപ്പ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായിട്ടുണ്ട്. ഇത്തരമൊരു വലിയ സാമൂഹിക ക്ഷേമ പദ്ധതി നടപ്പിലാക്കുന്നതിൽ കർണാടക സർക്കാർ കാണിച്ച പ്രതിബദ്ധത അഭിനന്ദനാർഹമാണ്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 16,662 കോടി രൂപയാണ് ഈ പദ്ധതിക്കായി സർക്കാർ ചെലവഴിച്ചത്. ഇത് സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതി വിളിച്ചോതുന്ന ഒന്നാണ്. സൗജന്യ യാത്രാ പദ്ധതികൾ സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. ശക്തി പദ്ധതിക്കായി ഇതിനകം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് കൂടി സൗജന്യം നൽകുന്നത് സർക്കാർ ട്രഷറിക്ക് കൂടുതൽ ഭാരമായേക്കാം. എന്നിരുന്നാലും ഈ പദ്ധതികൾ ജനങ്ങൾക്ക് നൽകുന്ന ആശ്വാസവും സാമൂഹിക മുന്നേറ്റവും കണക്കിലെടുക്കുമ്പോൾ ഈ ചെലവ് ന്യായീകരിക്കാവുന്നതേയുള്ളൂ എന്ന് സർക്കാർ വാദിക്കുന്നു. കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഈ പദ്ധതികൾ വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. വരുമാനത്തിലെ ഇടിവ് ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കാതിരിക്കാൻ സർക്കാർ മതിയായ സാമ്പത്തിക സഹായം നൽകേണ്ടതുണ്ട്. ബസ്സുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, സർവീസുകൾ കൂടുതൽ കാര്യക്ഷമമാക്കുക, ജീവനക്കാരുടെ ക്ഷേമം ഉറപ്പാക്കുക തുടങ്ങിയ വെല്ലുവിളികളും സർക്കാരിന് മുന്നിലുണ്ട്. വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നത് വഴി പൊതുഗതാഗത സംവിധാനങ്ങളിൽ തിരക്ക് വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ഇത് നിയന്ത്രിക്കാൻ കൂടുതൽ ബസ്സുകൾ സർവീസ് നടത്തേണ്ടി വരും. നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതും ആവശ്യമാണ്. പുതിയ ബസ് ഡിപ്പോകൾ, സ്റ്റോപ്പുകൾ, ബസ്സുകൾ എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കുന്നത് പദ്ധതിയുടെ വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്ര. ഈ വാഗ്ദാനം വിജയകരമായി നടപ്പിലാക്കിയത് സർക്കാരിന് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത നേടിക്കൊടുത്തു. ഇപ്പോൾ വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്ര നൽകാനുള്ള നീക്കം തങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്ന് തെളിയിക്കുകയാണ്.
ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വലിയ രാഷ്ട്രീയ നേട്ടമായി കണക്കാക്കും. ജനക്ഷേമപരമായ പദ്ധതികൾക്ക് ഊന്നൽ നൽകി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് കോൺഗ്രസ് സർക്കാർ ശ്രമിക്കുന്നത്. ഇത് സാമൂഹിക നീതിയും സമത്വവും ഉറപ്പാക്കുന്നതിനുള്ള ഒരു ചുവടുവയ്പായി കണക്കാക്കപ്പെടുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് നേരിട്ട് പ്രയോജനം ലഭിക്കുന്ന ഇത്തരം പദ്ധതികൾക്ക് ജനങ്ങളുടെ ഇടയിൽ വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട്. വനിതകൾക്ക് സൗജന്യ യാത്ര നൽകിയതിന് പിന്നാലെ വിദ്യാർത്ഥികൾക്കും ഈ ആനുകൂല്യം ലഭ്യമാക്കുന്നത് കർണാടക സർക്കാരിന്റെ ജനകീയ മുഖം വെളിപ്പെടുത്തുന്നു. വിദ്യാഭ്യാസത്തിനും സാമൂഹിക ക്ഷേമത്തിനും സർക്കാർ നൽകുന്ന ഊന്നൽ ഇത് വ്യക്തമാക്കുന്നു.